നെന്മാറയിൽ കെ പ്രേമൻ LDF വിജയിച്ചിരിക്കുന്നു. നെന്മാറയിൽ ഇടയ്ക്ക് DCC പ്രസിഡന്റ് തങ്കപ്പനും ഇളക്കിയെങ്കിലും ഒടുവിൽ പ്രേമൻ മലപ്പുഴയിൽ എ പ്രഭാകരനും വിജയിച്ചിരിക്കുന്നു. അവിടെ BJP രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ചാത്തന്നൂരിൽ BJP ആദ്യ അക്കൗണ്ട് ചാത്തന്നൂരിൽ രാജീവ് ചന്ദ്രശേഖർ വേണ്ടത്ര പരിഗണിക്കാതെ പോയ നേതാവാണ് ഗോപകുമാർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപകുമാർ ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഒരു സൈലന്റ് ജൈന്റ് കില്ലർ ആയിരുന്നു ഗോപകുമാർ. ഈഴവ നേതാവാണ്. ഈഴവ സമുദായത്തിൽ ചാത്തന്നൂരിൽ വരും. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ജയശങ്കർ നമുക്ക് മുമ്പ്. ജയശങ്കർ, അങ്ങനെ ചാത്തന്നൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ആരും അധികം ശ്രദ്ധിക്കാതെ പോയ മണ്ഡലമാണ്. അവിടെ ഒരു കൊടുങ്കാറ്റ് പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു ഗോപകുമാറിന്റെ രൂപത്തിലല്ലേ? അതുതന്നെയാണ് ഡോക്ടർ അരുൺ. ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ലെവലിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ചാത്തന്നൂരിൽ BJP ജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥി 1000-ൽ അധികം വോട്ടുകൾക്ക് ജയിച്ചു എന്നാണ് നിലവിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ചാത്തന്നൂരിൽ നിന്ന് ആദ്യത്തെ ചാത്തന്നൂരിൽ NDA വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ചാത്തന്നൂരിൽ NDA വിജയിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ചാത്തന്നൂരിൽ രാജേന്ദ്രൻ പരാജയപ്പെടുന്നു. കടുത്ത പോരാട്ടമായിരുന്നു രാജേന്ദ്രനും ഗോപകുമാറും തമ്മിൽ. ഒടുവിലിതാ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോപകുമാർ 42,900 വോട്ട് ചാത്തന്നൂരിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിജയത്തിലേക്ക് ചാത്തന്നൂരിൽ ഗോപകുമാർ എത്താൻ കഴിയും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. BJP നേതൃത്വവും കണക്കൂട്ടിയില്ല. പക്ഷേ അവിടുത്തെ സ്വാധീനം കൊണ്ട് ചാത്തന്നൂരിൽ ഗോപകുമാർ BJPയുടെ ആദ്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു.